എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ശ്രദ്ധാപിതാവ് പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്നത് യഹോവ എന്നെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അവൻ ഈ ഒരു ധൈര്യമുള്ള ഉറപ്പുള്ള ആ വചനം അത് പറയുവാനിടയാകുമ്പോൾ അവൻ ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിൽ അഭേദ്യമായ ബന്ധത്തിലൂടെ നിൽക്കുന്ന അവൻ ദാവീദിന് പറയുവാൻ കഴിയും. അവൻ വേറെ ആരും എൻ്റെ ആശ്രയമല്ല, വേറെ ആരും എൻ്റെ ബലമല്ല, വേറെ ആരും എൻ്റെ വെളിച്ചമല്ല എന്ന് പറയുന്നത് വെളിച്ചമായി നിൽക്കുന്ന ആ ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാൻ അവരുടെ കൃപ അഭിഷേക ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നൽകുന്നതിനായി നമ്മളോട് സ്തോത്രം. അമ്മ കഥാവ് പറയുന്ന ദൈവം അവിടെ വളരെ വ്യക്തമായി പറയുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. അത് ഈ ലോകത്തിൽ ഇരുട്ടായി നിൽക്കുന്ന ലോകത്തിൽ എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ നിൽക്കുവാനിടയാകുമ്പോൾ വഴി ഏതെന്നറിയാതെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ വഴി കാണിച്ചു തരുവാൻ അമ്മ വെളിച്ചമായ ജീവൻ്റെ വെളിച്ചം അമ്മ ഇറങ്ങി വന്നിരിക്കുമ്പോൾ നിശ്ചയമായ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. അമ്മ അത് ദൈവമായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും കഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വചനങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ പ്രാവർത്തികം കൊണ്ടുവരുവാൻ പലപ്പോഴും കഴിയാതെ നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അമ്മ ഉൾപ്പെടെ പറയുന്നതിനിടയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആകുവാൻ അമ്മ ദിവസപ്പോൾ അമ്മ എടുക്കുവാൻ മാത്രമേ അമ്മ ഓരോ കാര്യങ്ങളും നമുക്ക് ക്ലിയറായി വരുവാൻ തകർത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലെ അന്തരങ്ങളിലേക്ക് ക്രിയ ചെയ്യുവാൻ ആകത്തുള്ളൂ. അമ്മയെന്ന് അത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ കഥാവ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതുപോലെ തന്നെ കഥാവ് ദൂതായി പറഞ്ഞതുപോലെ കഥാവ് കുശവന്റെ കയ്യിലെ കളിവൻ അമ്മയെ പ്രകാരമായിരിക്കുന്നു. ഇന്നും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് അമ്മ കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് നമ്മുടെ അകത്യമാണ്, നമ്മുടെ പാപമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ ഇറങ്ങുവാൻ ഏറ്റവും അവൻ പ്രവൃത്തി ആ ദൈവസംഘം സമർപ്പിക്കുവാൻ കഥാവിൽ കുറവുകളുണ്ട് ജീവിതത്തിൽ. അമ്മ ഇന്ന് പകരക്കാലം ദൈവം ഒന്ന് പറഞ്ഞെടുക്കുവാനാണ് കഥാവ് ദൈവം ഇന്ന് പകരക്കാലം ദൈവം ആ ഒരു വാക്ക് ഞാൻ പറയുവാനിടയാകുമ്പോൾ കഥാവ് എൻ്റെ വെളിച്ചം എന്ന് പറയുവാനിടയാകുമ്പോൾ ആമ ഒരിക്കലും ഇരുട്ടി നിന്മേൽ വാഴുവാനിടയാകാതെ ആ വെളിച്ചം എന്നും എനിക്ക് അന്ന് പ്രകാശമായി തീരുന്ന അനുഭവത്തിലേക്ക് എത്തുവാനിടയാകണം. ഇനി ഒരിക്കലും എൻ്റെ കുടുംബത്തിൻ്റെ അന്തരങ്ങൾ വെളിച്ചം ആമ ഇരുട്ട് നിൽക്കുവാനിടയാകാതെ ആ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ വചനം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കുവാനിടയായിട്ടാണ്. ഇത് പലപ്പോഴും ആമ കഥാവ് ആമ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുക പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ആമ ജെയിംസിൽ പറയുന്നത് ജെയിംസ് 2:20 പറയുന്നു. ആമ 26 ഇങ്ങനെ പറയുന്നത് ആമ യാക്കോബ് 2-ാം അധ്യായത്തിലെ 20-ാം വാക്യവും അതുപോലെ അതേ അധ്യായത്തിലെ 26-ാം വാക്യവും വായിക്കും. യാക്കോബ് 2-ാം അധ്യായം 20-26 വാക്യങ്ങൾ. அப்படியே ஆவியில்லாத சரீரம் செத்ததாய் இருக்கிறது போல கிரியை இல்லாத விசுவாசமும் செத்ததாய் இருக்கிறது. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാകും. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിശ്ചയമായി പോകാൻ കാര്യമുണ്ട്. അമ്മ വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുന്നത്. വിശ്വാസമുള്ളത് എൻ്റെ ദൈവം എൻ്റെ രക്ഷയാണ്, എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണെന്നും അമ്മ എന്നെ എന്ത് ചെയ്യുക ഞാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവിനോട് കൂടിയുള്ള ജീവൻ്റെ ബലമാണെന്ന് നമുക്കറിയാം, നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമായി പോകാനായിരുന്നു, അത് നിർജ്ജീവമായി പോകാനായിരുന്നു. എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ കടന്നു വരുവാനാകുമ്പോൾ അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ അതെന്ത് ചെയ്യുക അത് പ്രവൃത്തിയായിട്ട് വ്യാപരിക്കുവാനാകത്തുള്ളൂ. അല്ലെങ്കിൽ ആത്മാവില്ലാത്ത പറഞ്ഞ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമായിരിക്കുന്നു. നമ്മൾ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമാണ്. ഒരു ശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയായി മാറുവാനായിട്ട് ഒരിക്കലും നമുക്ക്
നമുക്ക് ഒന്ന് റിയാക്ട് ചെയ്യുവാൻ കഴിയത്തില്ല, ഒന്ന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് ദൈവത്തിന് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എടുക്കുന്ന ആ വിശ്വാസം എന്താ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. അങ്ങനെ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് വരുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വലിയ വിടുതലുകൾ വ്യാപരിക്കുവാൻ കഴിയാകത്തുള്ളൂ. ദൈവം വിടുവിക്കുമെന്ന് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വിടുതലിന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യുക, അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഒരു പ്രയാസങ്ങൾ, ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം സിറ്റുവേഷനിൽ കടന്നു വരുവാൻ കഴിയുമ്പോൾ അതിലേക്ക് ഓവർകം ചെയ്യുവാൻ ഒരു കൃപ അങ്ങനെയാണ് നമ്മൾ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും പറ്റുള്ളൂ. ഇന്നലെ രാത്രിക്കാലം വളരെ മർമ്മമായിട്ട് ദേവദാസം പറഞ്ഞതുപോലെ നമ്മളെ ടെംപ്ടേഷനിലൂടെ കടത്തിവിടുന്ന മണ്ഡലങ്ങളെ അവൻ കാണുവാനിടയാകുമ്പോൾ വളരെ മനോഹരമായ ടെംപ്ടേഷനിലേക്ക് കടന്നു വരുവാനിടയാകുമ്പോൾ ആ ടെംപ്ടേഷൻ കടന്നു വരുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾക്ക് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തിക്കുക. പക്ഷെ അത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതിന് ഇംപ്ലിമെന്റേഷൻ അവിടെ നടക്കുന്നില്ല, അതിന്റെ പ്രവർത്തികൾ നടക്കുന്നില്ല, അത് അവിടെ നിഷ്ഫലമായി പോവുകയാണ്. നമുക്കറിയാം ദൈവം വിടിക്കുവാൻ ശക്തനായ ദൈവമാണ്. നിങ്ങൾ സാത്താനോട് എതിർത്തുന്നാൽ സാത്താൻ വിട്ടോടി പോകുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ സാത്താന്റെ പദ്ധതികളോട് എതിർത്ത് നിൽക്കുക, ആ ടെംപ്ടേഷനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കും. നമ്മൾ അവിടെ ആക്ട് ചെയ്യുവാൻ എങ്കിൽ മാത്രമേ അത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനാകും. നമ്മൾ കേൾക്കും, നമ്മൾ മനസ്സിലാക്കി, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ആ ദൈവത്തിന്റെ ആ ടെംപ്ടേഷനിലേക്ക് കടന്നു വരുവാണ്ടാകുമ്പോൾ ആ ടെംപ്ടേഷനെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, എങ്ങനെയാണ് നമ്മളത് പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചിലത് നമുക്ക് വല്ലാതെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായ ചില ടെംപ്ടേഷനുകൾ, ചില അഡിക്ഷനുകൾ ഒക്കെ മാറണമെങ്കിൽ ദൈവസ്ഥലിൽ വില കൊണ്ടത് ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ ദൈവം അതിന്മേലൊരു മോചനം നമ്മൾ നൽകുവാനാണ്. അടുത്തത് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടുത്ത ടെംപ്ടേഷൻ വരും. യേശു കർത്താവ് 40 ദിവസം 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് വന്നപ്പോൾ വിശപ്പ് വന്നപ്പോൾ അവർ ടെംപ്ടേഷൻ കടന്നു വരുവാണ്ടേത്ത് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ അടുത്ത് വരുവാണ്ടേയാ. നമ്മുടെ നീഡ്സ് എന്താണെന്ന് അറിയാവുന്ന സാത്താനും അറിയാം, നമ്മുടെ നീഡ്സ് എന്താണെന്ന്, നമ്മുടെ ആഗ്രഹം എന്താണെന്ന് സാത്താനും അറിയാം. നമ്മൾ ഏതിനെ വീണ് കിടക്കുന്ന സാത്താൻ നന്നായിട്ട് അറിയാം. നമ്മൾ വീണ് കിടക്കുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് സാത്താൻ നന്നായിട്ട് അറിയാം. അത് തന്നെ വീണ്ടും ടെംപ്ടേഷനായിട്ട് കടന്നു വരത്തുള്ളൂ. അതേ മേഖലകളെ നമ്മൾ ജയിക്കുവാൻ കഴിയണം. ഏത് മേഖലയില്ല ചിലത് കർത്താവ് മനസ്സിലാക്കുവാൻ നമുക്കറിയാം. പരിശുദ്ധാത്മ നമ്മളോട് ഓരോരുത്തരോടും വ്യക്തമായി നമ്മളോട് ഓരോരുത്തരോട് സംസാരിച്ചു പോകും. ഇന്ന മേഖലകളിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടോ, ഇന്ന മേഖലയിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, നിന്ന മേഖലയിൽ നിന്ന് ക്ലിയർ ആയി ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി വചനത്തിലൂടെ നമ്മൾ പേഴ്സണൽ പ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് വീണ്ടും പോകുവാനിടയാകുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് ആ ടെംപ്ടേഷൻ ഓവർകം ചെയ്യുവാൻ കൃപയ്ക്ക് വേണ്ടി ദിവസം പ്രാർത്ഥിക്കുവാനാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി മാറത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ ടെംപ്ടേഷൻ ഈ പ്രയാസമായി നിൽക്കുന്ന ആ വിഷയങ്ങളിലെ ഒരു പരിഹാരം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഇത് നീങ്ങി മാറുവാൻ തക്കതായിട്ട് ആ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. ആ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. മനുഷ്യപരമായി ചിന്തിച്ചാൽ ഒന്നിനും ഒരു പരിഹാരം ലഭിക്കത്തില്ല. മനുഷ്യപരമായി ചിന്തിച്ചാൽ നമുക്ക് ഒന്നിനും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യഹോവയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവേ എനിക്കൊരു കൃപ നമ്മളെ പകരുവാനുണ്ട്. ജീവിതത്തിലെ കുറവുകളും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതേമേ ഞാൻ പലപ്പോഴും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എൻ്റെ ഉള്ളത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുവാനിടയാകണമേ. അത് വളരെ എക്സാമ്പിൾ പറയുന്നത് എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ഇടയിലൊക്കെ ഞാൻ ഉൾപ്പെടെ നമുക്ക് വൃത്തിയില്ലാത്ത ഒരാളെ കാണുവാനാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കും, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവരൊരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന അനുഭവമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥന വേണം. അതിനകത്ത് പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തിയിൽ മുതിർന്നു വരുവിക ദൈവത്തിന് വേണ്ടിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇത് നമ്മുടെ ഇടയിൽ വിട്ടുപോകും. കാരണം അത് സമ്പത്ത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു പ്രവൃത്തിയാണ് സൽപ്രവൃത്തി എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുവാൻ മറന്നുപോയി. മനഃപൂർവ്വമായി ചെയ്യുവാൻ തക്കുന്ന ഒരു കൃപ, മനഃപൂർവ്വമായി ചെയ്യുവാൻ ഒരു കൃപ. ചിലതിനൊക്കെ ബ്രേക്ക് ചെയ്യുവാൻ ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില മേഖലകളിലൊക്കെ ഒരു ബ്രേക്ക് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഒരു റിയാൽ കൊടുത്താൽ മതി, പക്ഷെ ഒരു രൂപ കൊടുത്താൽ മതി. അയാൾ സന്തോഷത്തോടെ കൊടുക്കുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. അത് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി ചെയ്യുവാനാണ്. കർത്താവേ ദൈവമേ അങ്ങ് വഴി ഒരുക്കി തരുവാനാണ്. കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുവാനാണ്. ചിലതിലേക്ക് കർത്താവേ ഒരു നാമധേയമായ ഒരു ക്രിസ്തീയ മണ്ഡലത്തിന് ജീവിച്ച് അവസാനിച്ച് പോകുവാനല്ല ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് എത്തണമെങ്കിൽ ചിലതൊക്കെ പകരപ്പെടണം, ചിലതൊക്കെ നീങ്ങി മാറണം. ചില വന്നു പോയി നിന്നുപോയ അതേ
പാരമ്പര്യമായിട്ട് ഇങ്ങനെ ക്രിസ്തീയ മണ്ഡലത്തിൽ നിന്ന് പോയിരിക്കുന്ന ചിലതിനെല്ലാം ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്തൊരു സ്ഥലത്തിലേക്ക് ദൈവം എത്തിക്കുവാനാകത്തു. നമുക്കത് വില കൊടുത്ത് ദൈവസ്ഥലേക്ക് ഈ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഒരു പ്രേരണയോടെ ദൈവസ്ഥലേക്ക് ആ ബന്ധനങ്ങളൊക്കെ അടിഞ്ഞു മാറണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തുവാൻ. അവൻ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവൻ ഈ ലോകത്തിലെല്ലാം നശിച്ച് ഇവിടെ തന്നെ അവസാനിച്ച് കൊണ്ടുപോകാൻ പോകും. ഉണ്ടാക്കുന്നതും എല്ലാം ഇവിടെ തന്നെ അവസാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ദൈവം നമ്മുടെ കൃപയ്ക്കൊപ്പം ചെയ്യുവാൻ ഒരു കൃപ അഭിഷേകം തന്നെ പറയണം. ഒന്നിനും കൂടുതൽ ആശ്രയം വെക്കുവാനാണ്. യഹോവയെങ്കിലും ഒന്ന് ആശ്രയം വെച്ചിട്ട്, ദൈവത്തെങ്കിലും ഒന്ന് ആശ്രയം വെച്ചിട്ട് ഒരു മുമ്പോട്ട് പോകാൻ കൃപ തന്നെ പറയണം. അത് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവചനങ്ങളെ വെളിപ്പെടുവാനാണ്. അതെല്ലാം ആ ഉപദേശങ്ങളെല്ലാം തെറ്റി മാറിയിട്ട് നിൽക്കുമ്പോഴാകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അനുഗ്രഹത്തിൽ അനേകം കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ. എന്ത് കഷ്ടങ്ങളാണ് അമേക്കഥ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ അത് അവിടെ നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ വേദനകളൊക്കെ ഉണ്ട്. അമേ ശാരീരികമായ ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ വേറെ എടുക്കേണ്ടതായി വരും, ചിലപ്പോൾ യാത്ര ചെയ്യേണ്ട മണ്ഡലങ്ങൾ വരുവാനായി വരും, ചില ഒന്നുകൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാവും. അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ഭക്തൻ പറയുവാണെന്ന് യഹോവ എൻ്റെ വെളിച്ചമാണ്, എന്ത് ചെയ്യുക, എൻ്റെ രക്ഷയുമാണ്. ഞാനാരെ ഭയപ്പെടും, യഹോവ എൻ്റെ ജീവനെ ഞാനാരെ പേടിക്കുവാൻ കഴിയത്തില്ല. ഇത് പറയണമെന്നുണ്ടെങ്കിൽ കർത്താവുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകും, ദൈവമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകും. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ദൈവം എനിക്ക് വേണ്ടി രക്ഷയായി വിളിച്ചവൻ വെറുക്കവൻ എനിക്ക് ഉറപ്പുണ്ടാകണം. ഒന്നിച്ച് പാപത്തിൻ്റെതായ അനുഭവങ്ങളെല്ലാം നീങ്ങി മാറണം. രഹസ്യത്തിൽ പരസ്യത്തിൽ ചെയ്ത കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ദൈവത്തോട് ചെയ്തതാണ്. ദൈവം അറിയുന്നു, സകലതും ദൈവം അറിയുന്നു. അപ്പോൾ ദൈവം സകലതും അറിയുന്നു. ദൈവം സകലം അറിയുമ്പോൾ അധികത്തിൻ്റെ സ്ഥലം ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിൻ്റെ സ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമേ അങ്ങ് എൻ്റെ രക്ഷയായി നിൽക്കണം, കർത്താവേ അങ്ങ് എൻ്റെ വെളിച്ചമായി നിൽക്കണം. വേറെ ആരും എനിക്ക് വെളിച്ചം കാണിച്ചു തരുവാനില്ല. ഈ ലോകത്തിൽ എനിക്ക് വെളിച്ചം പറഞ്ഞു തരുവാൻ ആരുമില്ല. ഞാൻ നടക്കുന്ന വഴികളെ കാണിച്ചു തരുവാൻ ആരുമില്ലപ്പോൾ. കർത്താവെ നടക്കുന്ന വഴികളെ കാണിച്ചു തരുവാൻ തമ്പുരാൻ ഇറങ്ങി വന്നേ പറ്റത്തുള്ളപ്പോൾ. മറ്റുള്ളവരെ കാണിച്ചു തരുന്ന വഴികളൊന്നും ശാശ്വതമല്ല. മറ്റുള്ളവർ കാണിച്ചു തരുന്ന വെളിച്ചങ്ങളൊന്നും അത് നിത്യത്തിലേക്ക് എത്തിക്കുന്ന വെളിച്ചങ്ങളല്ല. മറ്റുള്ളവർ കാണിച്ചു തരുന്ന വഴികളൊന്നും അത് വിശാലമായ വഴികളാപ്പ. കർത്താവ് വഴികൾ വേണ്ടപ്പ. കർത്താവെ അങ്ങ് എനിക്ക് വഴിയായി വെളിച്ചമായി ജീവനായി ഒന്ന് അവൻ വെളിപ്പെട്ട് വരുവാനാണ്. എൻ്റെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാനാണ് അപ്പ. ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലേക്ക് ഇറങ്ങുവാനാണ്, പ്രാപഞ്ചികമതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കൃപ നൽകുന്നപ്പ. അതിന് ദൈവം എനിക്ക് വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ നൽകുവാനാണ്. അങ്ങനെ അതിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിൽ തന്നെ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55 മുതൽ 60 അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55 മുതൽ 60. வானத்தை அண்ணாந்து பார்த்து தேவனுடைய மகிமையும் தேவனுடைய வலது பரிசத்தில் இயேசுவானவர் நிற்கிறதையும் கண்டு அதோ வானங்கள் திறந்திருக்கிறதையும் மனுஷகுமாரன் தேவனுடைய வலது பரிசத்தில் நிற்கிறதையும் காண்கிறேன் என்றார். அப்பொழுது அவர்கள் உரத்த சத்தமாய் கூக்குரலிட்டு தங்கள் காதுகளை அடைத்துக் கொண்டு ஒருமனப்பட்டு அவனை பாய்ந்து அவனை நகரத்திற்கு புறமே தள்ளி அவனை கதறிந்தார்கள். சாட்சிக்காரர் தங்கள் வஸ்திரங்களை கழற்றி சவுல் எனப்பட்ட ஒரு வாலிபனுடைய பாதத்தின் அருகே வைத்தார்கள். அப்பொழுது கர்த்தராகிய இயேசுவே என் ஆவியை ஏற்றுக்கொள்ளும் என்று ஸ்தேவான் தொழுது கொள்ளுகையில் அவனை கல்லறிந்தார்கள். அவனோ முழங்கால் படியிட்டு, ஆண்டவரே இவர்கள் மேல் இந்த பாவத்தை சுமத்தாதிரும் என்று மிகுந்த சத்தமிட்டு சொன்னான். இப்படி சொல்லி நித்திரை அடைந்தான். അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചു അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു.
അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മ നിറഞ്ഞ സഹോദര ശുശ്രൂഷകൾ വരുവാനാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു തേജസ്, ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയുന്നു. നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് മുട്ടു നോക്കി ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇത് കാണുവാനാകുമ്പോൾ സഹോദര സുരക്ഷിതമായി ഇത് കാണുക. സഹോദരത്തിന് വേണ്ടി ഒരു ആഗ്രഹമില്ല. ഈ ഭൂമിയിൽ കുറേ നാളോടൊന്ന് ജീവിക്കണമെന്നോ ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നോ ആ സഹോദരത്തിന് ആഗ്രഹമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ കഴിയണം. അതവന് ആ പാപം അവരെ അത് കല്ലെറിയുമ്പോൾ ആ പാവം നിർത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ആവശ്യിക്കുവാൻ കഴിയാത്തതാണ്. അവൻ ദർശന വെളിപ്പാടുകളിൽ നിന്ന് ലഭിച്ച് അവർ നിൽക്കുവാനാകുമ്പോൾ ഈ ഒരു അവസരങ്ങൾ നിൽക്കുവാനാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാനാകുമ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുവാനാകുമ്പോൾ ആ സങ്കീർത്തനകാരൻ പറയുന്നത് യഹോവയുടെ മനോഹരത്വം ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവരുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ കാലത്തിൽ പാർക്കേണ്ടതിനും തന്നെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കണം, നിത്യയുഗയുഗമായി വസിക്കണമെന്ന് ആഗ്രഹം നിൽക്കുവാനുള്ള അനുഭവമാണ്. ആ ആഗ്രഹത്തിന് വിരോധമായി നിലക്കുന്നതായ മണ്ഡലങ്ങൾ പലരും ജീവിതത്തിൽ നിൽക്കുവാൻ തയ്യാറുമാണ്. കഥാവുമായി അപരിശുദ്ധ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായ ആഗ്രഹങ്ങളെല്ലാം നീയും മാറിയത് കർത്താവ് ആ ആഗ്രഹത്തിലേക്ക് ആ ദൈവത്തിൻ്റെ തിരുനിവാസത്തിലേക്ക് നടത്തി വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടത്തി വരുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഒരു കൃപ നൽകാമെന്ന് പറയുന്നു. ഒരു തൻ്റെ ഭക്തനെ കുറിച്ച് ദൈവത്തിനെ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളൊക്കെ എവിടെ നിർത്തണമോ അവിടെ നിർത്തുവാനായിത്തീരും. ദൈവത്തിന് അവനെ സമാനത്തിന് വേണമെങ്കിൽ അവിടെ വിടുവിക്കുവാൻ കഴിയും. ആ കല്ലുകൾ അവന് ദേഹത്ത് കൊള്ളുവാൻ കഴിയാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാൻ കഴിയും. അതിന് അപ്പോസ്തലൻ പൗലോസിനെ കാരാഗൃഹത്തിൽ ശീലാസിനെ പൗലോസിനെയൊക്കെ കാരാഗൃഹത്തിൽ വിടുവിച്ചതുപോലെ ദൈവത്തിന് അവനെ വിടുവിക്കുവാൻ കഴിയും. അനേകം അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് അവനെ ഏത് സമയത്തും എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ദൈവത്തിന് അവൻ സകലതും കഴിയുവാൻ കഴിയാം. എന്നാൽ അവൻ നമ്മളെക്കുറിച്ചും അതുപോലെ അവനെ കർത്താവ് ഏതെങ്കിലും ട്രാപ്പിൽ ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെടുവാനിടയാകും അവിടെ മിറക്കിൾ സംഭവിക്കണമെങ്കിൽ അവിടെ മിറക്കിൾ സംഭവിക്കും. മിറക്കിൾ സംഭവിക്കേണ്ട അവിടെ പ്രയാസം അവൻ ചെയ്യേണ്ടതെങ്കിൽ അത് പ്രയാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവിടെ ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാനാകുമ്പോൾ അവൻ ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. കർത്താവ് എല്ലാറ്റിനും വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിനും വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം പകരുവാനാണ്. കർത്താവ് എല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ രാജ്യത്തിന് എത്തിക്കുവാൻ വേണ്ടി ഒരു പ്രവൃത്തിയായി തീരണം. നമ്മുടെ വിശ്വാസത്തിലൂടെ അവൻ കടന്നു വരുവാൻ ആ വിശ്വാസവും പ്രവൃത്തിയും ഒന്നുകൂടെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിലേക്ക് നടത്തി കർത്താവ് അമ്മ കടന്നു പോകുന്ന വഴികൾ കർത്താവ് ചില വേദനകളുടെ അനുഭവങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടിന്റെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിന്റെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ദൈവത്തിനൊരു സെക്കൻഡ് മതി അവൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി, ഒരു സെക്കൻഡ് മതി. അതിന് അസാധ്യമായി ഇതൊന്നുമില്ല. കർത്താവ് മരുഭൂമിയുടെ നടുവിൽ കർത്താവ് ദേശം മുഴുവൻ ക്ഷാമമായി കിടക്കുമ്പോൾ അവിടെ ആ വിധവയ്ക്ക് വേണ്ടി ദൈവം അവിടെ വഴികൾ ഒരുക്കുവാണ്ടാകുമ്പോൾ കർത്താവിന് അസാധ്യമായി ഇതൊന്നുമില്ല. ഒരിക്കലും ആ വിധവ വിചാരിച്ചില്ല ഇനി ഒരു നന്മ ലഭിക്കുമെന്നോ ഇനിയും ജീവിക്കുവാൻ കഴിയുമെന്നൊന്നും ആ വിധവയും മകനും ഒന്നും വിചാരിച്ചിട്ടില്ല. അവിടെ അവസാനിക്കുവാൻ വേണ്ടി നിൽക്കുന്ന സ്റ്റോപ്പിട്ട് നിൽക്കുമ്പോൾ മനുഷ്യന്മാർ സ്റ്റോപ്പിട്ട് നിൽക്കുമ്പോൾ കർത്താവിന് അവരെ കൊണ്ട് വീണ്ടും ചെയ്തെടുക്കുവാൻ ചില നമ്മളുടെ ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുക. ഇവിടെ ദൈവവും നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ചിലത് ചിന്തിക്കുന്നു, ദൈവം നമ്മളെക്കുറിച്ച് ചിലത് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ അവിടെ സ്റ്റോപ്പിട്ട് നിർത്തുന്ന അനുഭവം, കർത്താവേ മതി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. നിർത്തി ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. പലപ്പോഴും നെഗറ്റീവായി നിൽക്കുന്ന ചിന്തകൾ ഇനി ഇതാ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു മുൻവിധികൾ നിർത്തുവാനായിട്ട് കഥ പറയുന്ന ആ മുൻവിധികൾ നിനക്ക് ചിന്തിക്കുവാൻ ആർ നിന്നോട് പറയുന്നതായിരുന്നു. മനുഷ്യൻ്റെ വഴികളൊക്കെ മരണ വഴികളാണെന്ന് വചനം. നമ്മുടെ വഴികളൊക്കെ അവൻ കൊള്ളാത്ത വഴികളല്ല ഒരിക്കലും. എന്നാൽ ഞാൻ നല്ല വഴികൾ തരുന്ന, നല്ല ചിന്തകൾ തരുന്ന, നല്ലതിലേക്ക് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ലഭിച്ചു കൊടുക്കുക. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് നിർത്തേണ്ട മണ്ഡലങ്ങളായിരിക്കും. ഇനിയും ഒരിക്കലും ഒരു ചാൻസും ഇല്ലാതെ നിൽക്കുന്ന മണ്ഡലങ്ങളായിരിക്കും. അവിടെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് നിലപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു. കർത്താവ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുവെങ്കിൽ അവസാനിച്ചോട്ടെ. കർത്താവ് ആ ദൈവത്തിന് ഹിതമെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ. എന്നാൽ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിലേക്ക് എന്നെ നടത്തുവാൻ ദൈവത്തിന് ക്രമ. ഈ സമാനത്തിലൂടെ കല്ലേറ് കൊണ്ട് മരിക്കപ്പെടുവാനും നിദ്ര പ്രാപിക്കുവാനാകുമ്പോൾ
എന്താ അവിടെ ചിന്തിക്കുവാനിടയാകുന്നത്? അമ്മേ ആ ദൈവത്തിന് വിടിവിക്കുവാൻ കഴിവില്ല എന്ന് കല്ലെറിഞ്ഞ് കൊന്നവർ വിചാരിക്കുമായിരിക്കും. എന്ത് ചെയ്യാം, ദൈവത്തിന് വിടിവിക്കുവാൻ കഴിവില്ല എന്ന് വിചാരിക്കും. അവർ അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ ഭക്തനെ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞു. അമ്മേ ഭക്തനെ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ അടുത്തൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കുവാനാണ് അയച്ചത്. ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയുസ്സും ആരോഗ്യം നമ്മുടെ നൽകി തരുമ്പോൾ നമ്മളെ കൊണ്ട് എതിർക്കുവാൻ ആവശ്യമായത് എല്ലാം തമ്പുരാൻ ആ സമയത്ത് ചെയ്തെടുക്കുവാൻ അതിന് മുമ്പേ തൊടുവാൻ ഒരു അന്ധകാരത്തിന് ശക്തിക്കും തൊടുവാൻ കഴിയാത്ത ഒരു ലോകത്തിനെയും ആത്മാവിനും തൊടുവാൻ കഴിയാത്ത ദിവസം വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനിടയാണ്. അവൻ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ നിൽക്കുന്ന തടസ്സങ്ങൾ അത് നീങ്ങി മാറണം. അത് പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നമ്മുടെ നാവുകൊണ്ട് പറയുവാനിടയാണ്. കർത്താവേ, അപ്പോൾ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല, ഇനി അടുത്ത ലക്ഷ്യം എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന തമ്പുരാന്. ആ തമ്പുരാന്റെ പ്രവൃത്തി മാത്രം എൻ്റെ ഹൃദയത്തിലെ അന്തരങ്ങൾ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലെ അന്തരങ്ങൾക്ക് നടക്കുവാൻ ഇടയാകട്ടെ. അവൻ അതിനെ വിരുദ്ധമായി നിൽക്കുന്നത് എല്ലാം നീങ്ങി മാറുവാൻ ഇടയാകട്ടെ. ചിന്തകളെല്ലാം നീങ്ങി മാറുവാൻ ദൈവത്തിന് വേണ്ടി ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട്. അങ്ങ് ദൈവം എനിക്ക് വേണ്ടി സഹായിപ്പാനുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യാം, ആ നെഗറ്റീവായി നിൽക്കുന്ന മണ്ഡലങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാം, മുമ്പിൽ നിൽക്കുവാൻ യഹോവ എൻ്റെ രക്ഷയാ, എൻ്റെ വീണ്ടെടുപ്പാൻ, എൻ്റെ ശക്തിയാ, എൻ്റെ ജീവന്റെ മാർഗമാ എന്നൊക്കെ നാവുകൊണ്ട് പറയുകയും ചെയ്യും. അടുത്തൊരു പ്രശ്നങ്ങൾ സിറ്റുവേഷനുകൾ കടന്നു വരുവാണ്ടാകുമ്പോൾ അതൊക്കെ മാറി നിൽക്കുന്ന അനുഭവമാണ്, മാറി നിന്നിട്ട് വിലവെക്കുന്ന അനുഭവമാണ്. കർത്താവിന് ചോദിക്കുക, കർത്താവിൻ്റെ സ്ഥലത്ത് നടത്തുക, ദൈവസ്ഥലത്ത് നടത്തുക. അടുത്ത വേദനകളെ അറിയാത്തൊരു ദൈവമല്ല, ഭാരങ്ങളെ അറിയാത്തൊരു ദൈവമല്ല, അടുത്ത വിഷയങ്ങൾക്ക് എങ്ങനെയാണ് വരുമെന്ന് അറിയാത്തൊരു വിഷയമല്ല ദൈവമല്ല. ആ ദൈവം നമുക്ക് വേണ്ടി പരിഹാരമുണ്ട്. ദൈവം ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധമോ അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ദൈവത്തിന് ആത്മാവ് അത് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീണ്ടും അത് തന്നെ സംസാരിക്കുമ്പോൾ ദൈവം പറയുക, അടുത്തൊരു പ്രയാസ മണ്ഡലത്തിന് വിഷയത്തിന് നടുവിൽ ദൈവത്തിന് പരിഹാരമുണ്ട്. പലപ്പോഴും ചോദിക്കാത്തത് നമ്മൾ ചോദിക്കാതിരുന്നിട്ട് അത് ദൈവത്തെ കുറ്റം പറയുവാൻ കഴിയും. കൈപ്പിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ അത് മധുരമാക്കുവാൻ ദൈവത്തിന്റെ സ്ഥലത്തിന് വഴിയുണ്ടെന്നേ. പക്ഷെ പലപ്പോഴും നമ്മൾ ചോദിക്കത്തില്ല. കൈപ്പ അവിടെ ഇനി കയ്പാൻ ഇങ്ങനെ കുടിച്ച് ജീവിക്കണം, ഇനി ജീവിതകാലം മുഴുവൻ ഈ കയ്പ് കുടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കും, എന്നോടൊന്ന് ചോദിച്ചാൽ, എന്നോടൊന്ന് പറഞ്ഞാൽ, എന്നോട് ദിവസങ്ങളിലേക്ക് ഒന്ന് അടുത്ത് വന്നാൽ ഞാൻ വഴി പറഞ്ഞ് തരത്തില്ലേ എന്ന് കർത്താവ് ചോദിക്കും. എന്നാൽ ആ ദിവസങ്ങളിലേക്ക് ഒന്ന് അടുത്ത് വന്ന ദൈവമേ, അപ്പം അങ്ങ് വഴി പറഞ്ഞു തരണമല്ല, അങ്ങ് എനിക്ക് ജീവനായി വെളിച്ചമായി ഒന്ന് തമ്മിൽ പറഞ്ഞു തരുവാണ്. എനിക്ക് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ അങ്ങയുടെ കൃപ വേണം, അങ്ങയുടെ അഭിഷേകം വേണം, അങ്ങയുടെ തേജസ് എന്നിവയിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. വെറുതെ കർത്താവെ കടന്നു വന്ന് പോയില്ല അനുഭവത്തിലേക്കല്ലപ്പ. കർത്താവെ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്തെടുക്കേണ്ടതായ മണ്ഡലങ്ങളിലേക്ക് ചെയ്തെടുക്കുവാൻ കൃപ അഭിഷേകം പകരുവാനാണ്. ഈ ദിവസം പ്രാർത്ഥന ഈ 2025 അവൻ ജീവിതത്തിന് ശൂന്യമായി പോയെങ്കിൽ 2020 കടക്കുവാണ്ടാകുമ്പോൾ ഒരു പ്രത്യാശയോടെ ദിവസത്തിലേക്ക് അടുത്ത് വന്നിട്ട് ദൈവമേ, ഈ 2025 പോയ വർഷം പോലെയല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനമായി തീരുവാൻ വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന പദ്ധതികൾ പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകുന്ന അനുഭവത്തിലേക്കല്ല. അവൻ കർത്താവെ അതാത് ദിവസങ്ങളിൽ ദൈവനോട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എന്നുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് നമ്മൾ നൽകുവാനാണ്. ദൂരത്താണ് ഞാനും ഈ പറയുന്നത്, ഞാൻ ഉൾപ്പെടെ ദൂരത്താണ്. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു മാനസാന്തരം രൂപാന്തരം ഒക്കെ തന്നെ നൽകി ഒരു മടങ്ങി വരുമ്പോൾ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്കൊന്ന് എത്തുവാൻ അവസരത്തിന് 9, 10 വാക്യങ്ങൾ. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയുടെ കോപത്തോടെ നീക്കിക്കയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കയരുതേ, ഉപേക്ഷിക്കരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുന്നു. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കളുടെ നേരെയുള്ള പാതയിൽ, ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദിവസങ്ങളിൽ കർത്താവേ, നേരെയുള്ള പാതകൾ നടത്തുവാൻ ശക്തിയുള്ള ആയിരിക്കുന്നത്. അപ്പനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുവാനായിട്ട് ചില സിറ്റുവേഷൻ, ഒരു സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വരുവാനുമ്പോൾ അപ്പനും അമ്മയൊക്കെ തള്ളിക്കളയുവാനായിട്ട്. എന്നാൽ അത് തള്ളിക്കളയാത്ത ഒരു പിതാവുണ്ട്, തള്ളിക്കളയാത്ത ഒരു നാഥനുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാനാണ്.
നമുക്ക് തള്ളിക്കളയുവാനായിട്ടില്ല. എന്താ പറയുക, നമ്മൾ ദൈവത്തിന് മാറി നിൽക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ ആരെയും കൊണ്ട് കഴിയത്തില്ല. കർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ ആരെയും കൊണ്ട് കഴിയത്തില്ല. നമ്മൾ ദൈവഹിതമില്ലാത്ത തെറ്റുകൾ ചെയ്യുവാനിടയാകുമ്പോൾ നമ്മളെ മറ്റുള്ളവരെല്ലാം തള്ളിപ്പറയുവാനിടയായി തീരുമ്പോൾ നീ വീണ്ടും മടക്കി വരുത്തുവാൻ കഴിവുള്ളത് ദൈവം മാത്രമേ. ആ ദൈവം മാത്രമേ നമ്മൾ അത്രത്തോളം ക്ഷമിച്ച് മടക്കി വരുത്തുവാൻ, ആ ദൈവത്തിന് അത്രത്തോളം ക്ഷമയും മഹാദയാലുവായ കർത്താവ്. അതുപോലെ കാരണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ എല്ലാം അറിയുന്ന കർത്താവ്. അതുപോലെ കാരണം ദൈവം മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് സമീപം അടുത്ത് വന്നാൽ ആ കർത്താവ് നമ്മൾ മാറോട് ചേർത്തണച്ചിട്ട് 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി എടുത്ത് കൊണ്ടുപോകുന്ന പോലെ ദിവസങ്ങൾ മടക്കി വരുത്തുവാൻ ദൈവം ശക്തിയുള്ള ആ ദൈവത്തിന്റെ സമയത്ത് നമ്മൾ അടുത്ത് വരുന്നത്. ആരെല്ലാം ഉപേക്ഷിക്കാത്ത ഒരു നല്ല പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഉള്ളതുപോലെ പറയുവാൻ കർത്താവിനിടയായി തന്നാണ്. ഉള്ളതുപോലെ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ ആ കർത്താവ് നമ്മളെ പണിതെടുക്കുവാൻ കഴിയും. ദിവസം കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പണിതെടുക്കുവാനാണ്. നേരെയുള്ള വഴികൾ, നമ്മെ നീതിയുള്ള വഴികൾ എന്നെ ഒന്ന് കാണിച്ചു തരണമേ. നിന്റെ വഴി എന്നെ കാണിക്കണമേ കർത്താവെ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതകൾ നടത്തണമേ. കർത്താവ് നേരെയുള്ള പാതകൾ എനിക്ക് വഴി കാണിച്ചു തരണം. ഞാൻ എങ്ങനെ നടക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ബുദ്ധി ഉപദേശിച്ചു തരുവാണ്. കർത്താവിനെ ബുദ്ധി ഉപദേശിച്ചു തരുവാണ്. എനിക്ക് എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിക്കുവാനും ഉറപ്പോടെ നിൽപ്പാൻ ഒരു കൃപ തന്നെ പകരുവാണ്. എന്തെങ്കിലും കർത്താവിൻ്റെ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് കർത്താവ്. പലപ്പോഴും ദൈവവചനം കേട്ടിട്ട് കർത്താവ്, പലപ്പോഴും ദൈവവചനം മനസ്സിലാക്കിയിട്ടും ബൈഹാർട്ടാക്കിയിട്ടും കർത്താവ് ജീവിതത്തിലെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് കർത്താവ്. വിശ്വസിക്കുന്നു കർത്താവെ, അത് ജീവിതത്തിൽ കർത്താവ് പ്രാവർത്തികമാക്കുന്നതിലേക്ക് എനിക്ക് കൊണ്ടുവരണം കർത്താവെ. അന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ നടന്നതുപോലെയല്ല കർത്താവെ. ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ദൈവിക ദൂതുകൾ, ദൈവത്തിന്റെ ആലോചനകളൊക്കെ കേട്ടിട്ട് കർത്താവെ അതിൽ നിന്ന് മറുത്ത് കളഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാനല്ല കർത്താവെ. ആ വചനത്തിൽ നിന്ന് മുരുകെ പിടിക്കുവാൻ, ദൈവത്തെ ആ വചനത്തിൽ നിന്ന് സ്നേഹിക്കുവാൻ ഒരു കൃപ എന്നിലേക്ക് തമ്മിൽ പകരുവാനാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിലപ്പാൻ ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാനാണ്. നമുക്ക് ഒരു സ്റ്റാൻസ് നമ്മൾ പാടി നമുക്ക് പരിശുദ്ധാത്മാവിന് കൂട്ടായ്മ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടി. പരിശുദ്ധാത്മാവിന് കൂട്ടായ്മ വേണമെന്ന പാട്ട്. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വസിക്കും നല്ലാത്മാവേ എന്നെ നടത്തും ദൈവാത്മാവേ എന്നിൽ വസിക്കും നല്ലാത്മാവേ എന്നെ നടത്തും ദൈവാത്മാവേ എന്നോട് നിന്നും എൻ കൂടെയിരിക്കും, എന്നോട് നിന്നും എൻ കൂടെയിരിക്കും, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വഴികാണെന്നു പറയും വഴുതിടാതെന്നെ താങ്ങും, വഴികാണെന്നു പറയും വഴുതിടാതെന്നെ താങ്ങും, മരുഭൂമിയിൽ നീരുറവായി മുറിവുകളിൽ തൈലവുമായി, മരുഭൂമിയിൽ നീരുറവായി മുറിവുകളിൽ തൈലവുമായി, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചായി ആ കർത്താവിന്റെ കൃപ പോലെ നമ്മോട് സംസാരിക്കുന്നു. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. ഒരു പരിശുദ്ധനായ ഒരു കാര്യസ്ഥനെ തമ്മിൽ അനുകരിക്കുന്നു. ആ കാര്യസ്ഥനെ ഏർപ്പെട്ടുകൊണ്ട് കർത്താവ് അങ്ങനെയോട് സംസാരിക്കുന്നു. ഞാൻ നടക്കുന്ന വഴികളുണ്ടാകും, തെറ്റുണ്ടാകും, കുറവുകളുണ്ടാകും. പക്ഷേ എനിക്ക് നല്ലൊരു മാതാവായി, നല്ലൊരു പിതാവായി എനിക്ക് ബുദ്ധി ഉപദേശിച്ചാണ് ഞാൻ നടക്കണമെന്ന വഴികൾ അറിയാത്ത വഴികളാണ്. അപ്പ ഈ നിമിഷം എന്നോട് സംസാരിക്കണം, ഈ നിമിഷം എന്നോട് ഇടപെടണം. ഞാൻ നരകത്തിലേക്ക് പോകുവാനല്ല, നിത്യനിലേക്ക് ഞാൻ എത്തണം കർത്താവേ. അപ്പോൾ അങ്ങേക്ക് ഹിതമില്ലാത്തതെല്ലാം എൻ്റെ ഹൃദയത്തിലെ അന്തരങ്ങൾ നീങ്ങുമാറുവാനാണ്. അങ്ങനെയൊന്ന് ഹൃദയം പിടിച്ചുകൊണ്ട് കർത്താവേ ജീവിക്കണമെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഒരു കൃപ നൽകണമേ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം കർത്താവെ ഒന്ന് മരവിപ്പിക്കുവാൻ വേണമേ. ദൈവകരമില്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കണം. ഈ 2025 അവസാനിക്കാറാവുക. ഈ ആഗ്രഹങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആഗ്രഹങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മണ്ഡലങ്ങളിലേക്ക് ഓടിയത്, യാത്ര ചെയ്ത് കർത്താവേ അമ്മ അധ്വാനിച്ചത് എല്ലാം ഒന്ന് അവസാനിച്ചിട്ട് കർത്താവേ അപ്പം ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുവാൻ ഒരു കൃപ, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഒരു കൃപ, അങ്ങനെ ശബ്ദം കേട്ട യാത്ര ചെയ്യുവാൻ ഒരു കൃപ തമ്മിൽ പറഞ്ഞു. ദൈവം അങ്ങനെ പണിയണപ്പ, അങ്ങനെ പണിയണപ്പ കഥാവെ അങ്ങേക്ക് കഴിയത്തുള്ളൂ. കുശവന്റെ കയ്യിലെ കളികൾ പോലെ കഥാവെ അങ്ങനെ പണിതെടുക്കണപ്പ, പണിതെടുക്കണപ്പ. ആയുസ് ആരോഗ്യം നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ കഥാവെ ഇനി ഒരു ദൂതുകൾ കഥാവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കഥാവെ ഞാൻ ഏറ്റവും കഥാവെ ഇന്ന് പഴക്കാലം ഒരു പരിശുദ്ധാത്മാവിന്റെ പണി എൻ്റെ ജീവിതത്തിൽ നടക്കണം അപ്പ. കഥാവെ ഞാൻ നശിച്ചു പോകാതെ കഥാവെ അങ്ങയുടെ വചനപ്രകാരം ഒരു കൃപ പറയണമേ. എന്നിലൂടെ അനേകർക്ക് ഞാനൊരു വെളിച്ചമായി തീരണതാണ്, അനേകർക്ക് പ്രകാശമായി തീരണതാണ്. എന്നിലുള്ള വെളിച്ചം ഞാൻ ഒതുക്കി കളഞ്ഞ് വിളക്ക് കെട്ടി കത്തിച്ചിട്ട് പറയുകയിൽ വെക്കുന്ന അനുഭവങ്ങൾ മാറ്റി നിർത്തിയിട്ടതാവേ അത് തണ്ടുമേൽ വെച്ചിട്ട് അനേകർക്ക് പ്രകാശമായി തീരുന്ന രീതിയിലേക്ക് നിർത്തുവാൻ്റെ ഒരു കൃപ, ഒരഭിഷേകം നമ്മളെ പറയുവാനാണ്. കഥവലിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുവാനാണ്. ആ വെളിച്ചം ഞാൻ അറിഞ്ഞതാണ്, ഞാൻ ആ വെളിച്ചം അനുഭവിച്ചതാണ്.
ആ സന്തോഷം ഞാൻ അനുഭവിച്ചതാണ്. പക്ഷേ പോലെ അവൻ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ആ വെളിച്ചത്തെ എന്നിൽ തന്നെ ഒതുക്കി നിർത്തുന്ന അനുഭവങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധമാവേ എന്നിലുള്ള വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഒരു കൃപ അമ്മ തന്നെ പകരണമേ. അതിനുള്ള ആഗ്രഹം അതിനുള്ള അംബിഷൻ എനിക്ക് തന്നെ ഒരു വാഞ്ച എനിക്ക് അധികമായി തന്നെ പകരണമേ. അവന്റെ കൃപ വേണം. പരിശുദ്ധമാവിന് ഒരു സാന്നിധ്യം അഭിഷേകത്തിലേക്ക് തന്നെ നൽകണം കർത്താവേ. ആ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോയിട്ട് സംസാരിക്കുവാൻ കഴിയൂ. പരിശുദ്ധമാവ് നിറഞ്ഞവരായി അഭിഷേകത്തിന് നിറവോടെ ദൈവത്തിന്റെ ദാസന്മാർ അഭിഷേകന്മാർ അവർ വചനം ശുശ്രൂഷിച്ചതുപോലെ, വചനം സംസാരിച്ചതുപോലെ, വചനം ഇടപെട്ടതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ ഒരു ചിലപരമായ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കട്ടപ്പാ. അതിപരമായ ആരാധനകളെല്ലാം അവസാനിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആരാധനകളും പ്രാർത്ഥനകളും നേരിടുന്നവേ വചന ശുശ്രൂഷകളും ഒക്കെ വെളിപ്പെട്ട് വരുവാനാകണമേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കൃപാവരങ്ങളാലും ജ്വലിക്കുന്ന ഒരു ദൈവിക സഭയായി അവരുടെ ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവിക സഭയെ തമ്മിൽ നിറയ്ക്കുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം ഞങ്ങളുടെ തമ്മിൽ പകരുവാനാകണമേ. പ്രവാചകന്മാരും അഭിഷേകന്മാരും രോഗശാന്തി ശുശ്രൂഷ വരമുള്ളവരും എഴുന്നേൽക്കുവാൻ ഒരു കൃപ തമ്മിലും പകരുവാനാകണമേ. പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ശുശ്രൂഷകൾ നടക്കുവാനല്ല, ഇതിന് ഇടിനിന്നുകൊണ്ട് ഇതിന് നടുവിൽ ശുശ്രൂഷകൾ ഇറങ്ങുവാനിടയാകണം. ദൈവത്തിന്റെ പ്രവചനങ്ങൾ വെളിപ്പെടുവാനിടയാകണം. ദൈവമേ അങ്ങനെ കരതന്റെ ശക്തി നമ്മെ വെളിപ്പെടുവാനിടയാകണമേ. അതിനുവേണ്ടി ഞങ്ങളൊന്ന് ഒരുക്കണമപ്പാൻ. ഞങ്ങൾ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം നീങ്ങി മാറിയിട്ട് ആ ബൗണ്ടറികളൊക്കെ ഒന്ന് തകർവാനിടയാകണമേ. ആ ബൗണ്ടറികളൊക്കെ തകർന്നു മാറിയാട്ടോ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചവർക്ക് ഒരു കൃപ നൽകുവാനാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം പരിശുദ്ധാത്മാവ് പാടിയുമാടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2025 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാനായിട്ട് ഞാൻ ഉൾപ്പെടെ കർത്താവേ ഒരു മാനസാന്തരത്തിന് അനുഭവങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒരു ക്രമീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവം എത്തിക്കുവാനും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ദൈവം എത്തിക്കുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. അടുത്തത് നോക്കുവാൻ ഇനി ഒരിക്കലും എന്റെ കണ്ണിന് ഇമ്പം വരാതെ, എന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ വരുവാനിടയാകാതെ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യുന്ന ദിവസങ്ങളായി തീരുവാനേ എന്റെ ആത്മാവല്ല എന്റെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന ഒരു ദിവസമായി തീരുവാനായി തീരണം. ആത്മാവിന്റെ നിറവില് ജലത്തിൽ അവസാനിക്കുവാനല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലേക്ക് നടക്കുന്നു വരുവാനൊക്കെയാണ്. അവൻ ഇന്നലെ ചെയ്തതല്ല, ഇന്നലെയൊക്കെ ചെയ്തതിനേക്കാൾ അധികമായി ചെയ്യുവാനൊക്കെ ഒരു കൃപ, ഒരു അഭിഷേകം നമ്മൾ തമ്മിൽ പകരുവാനാണ്. ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ.